അവിടെ ചെന്ന കിട്ടാത്ത ഒന്നുമില്ല. പക്ഷെ ദുനിയാവ് മാത്രം ചോദിച്ചു പോകണ്ട. നമുക്ക് ഏറ്റവും നമ്മൾ ആഗ്രഹം രക്ഷപ്പെടല. അത് നമുക്ക് വേണ്ടത്. ഈ സദസ്സിൽ ഈ പോണ ആള് തന്നെ അയാൾ EMS ഒരു റൂം അവിടെ ദിവസം ബുക്ക് ചെയ്തിരിക്കുന്നു. അത് പുക കൊടുമുണ്ടാന്നാണ്. അപ്പൊ കണ്ടപ്പോൾ പറയാണ് നമ്മുടെ EMS ഹോസ്പിറ്റലിൽ മാസത്തിൽ ഒരു 10 ദിവസം പോയി കിടക്കുകയാണ് അവിടെ. ഇപ്പൊ അല്ലാതെ ഏകദേശം 10, 12, 13 വരാൻ തുടങ്ങി. ഇപ്പൊ അയാൾ ഹോസ്പിറ്റലിൽ പോകാറില്ല. ഇതൊക്കെ ഓരോരുത്തരും ഉറപ്പാണ്. നമ്മൾ എല്ലോ ആത്മീയമായിട്ട് കുറെ ദിക്റും സലാത്തുമായി ബന്ധപ്പെട്ട് വരുമ്പോ അള്ളാഹു തആല നമ്മളെന്താവും രക്ഷപ്പെടുത്തും. കറക്റ്റായിട്ട് നമ്മൾ നിസ്കരിക്കണം, വാപ്പാനെ സ്നേഹിക്കണം, ഉമ്മാനെ സ്നേഹിക്കണം, ഭാര്യനെ സ്നേഹിക്കണം. ഈ സ്നേഹസംഭവം ഇവിടെ മാത്രം പോരാ, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വേണം. മകൻ ഉമ്മാനെ കൊല്ലുക, വാപ്പ മകനെ കൊല്ലുക, അല്ലെങ്കിൽ പ്രസവിച്ച ഉമ്മ മകളെ കൊല്ലുക, മകനെ കൊല്ലുക. എന്ത് സംഭവിക്കാൻ കാരണം? ഇതിൻ്റെയൊക്കെ രക്ഷിതാക്കളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് പ്രസവിച്ചിട്ടൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഈ സാധനം കൊടുത്തിട്ടാണ് ചോറ് കൊടുക്കുക. എന്നിട്ട് ഈ കുട്ടിക്ക് കൈ കൊടുത്ത് ഈ കുട്ടി ഇതിലിങ്ങനെ കൈ നോക്കി കാണും. ഈ കുട്ടി സാധുവിനെ അറിയില്ല, വയറ് നിറഞ്ഞും അറിയില്ല, കൊടുക്കുന്ന ഉമ്മാക്കും അറിയുന്നത്. അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ കുട്ടിക്ക് എന്താണ്, ഇത് കിട്ടിയാലേ കുട്ടി ചോറ് കഴിക്കുള്ളൂ, ഇത് കണ്ടാലേ കുട്ടി ഉറങ്ങുള്ളൂ. അപ്പൊ നമ്മളെ അടിസ്ഥാനം നമ്മൾ എന്താ ആദ്യം നമ്മൾ ശരിയാക്കണം. അത് ശരിയാക്കാത്ത കാലത്തോളം മക്കളെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ മയക്കുമരുന്നിനും കഞ്ചാവിനും എല്ലാവരും അടിമയാണ്. ഇപ്പൊ എവിടെ കണ്ടിക്കണോ? ഈ വലിയവർ വന്നു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ തീച്ചുന്ന പരിപാടി എവിടെയില്ല. ഒരു കാലമക്കാരെ തീച്ചിരിക്കും. കാരണന്മാരെ ബഹുമാനിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു, കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതൊക്കെ അവസാനിച്ചു പോയി. അപ്പോ ഇതുകൊണ്ടൊക്കെ നമ്മൾ നടത്തുന്നത് സുൽത്താൻ നവാസ് ഖാജ തങ്ങൾ ഹദറത്തിൽ നിങ്ങൾ പോവാത്തരൊക്കെ 1, 2, 3, 4, 10 വട്ടം പോണം. അവിടെ ചെന്നിട്ട് ചോദിക്കണം, യാ സുൽത്താൻ നവാസ് ഖാജ, അവിടത്തോളം മുഹിബ് കൊണ്ട് വന്നവരാണ്, കയ്യിലൊരു അമലുമില്ല, ഒന്നുമില്ലാത്ത ഫക്കീറാണ് ഞാൻ, അവിടുന്ന് എന്നെ സഹായിക്കണം, എന്റെ കൽബ് നന്നാക്കി തരണം, എനിക്ക് തഹജ്ജുദ് മുടങ്ങാതെ നിസ്കരിക്കണം, ദുഹ നിസ്കരിക്കണം, ഫർള് ഖളാ ഉണ്ടാകാൻ പാടില്ല, എന്നെ സഹായിക്കണം യാ ഖാജാ. അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടാവും. പറയാൻ പറ്റൂര് പോയാൽ മതി, അല്ലാത്തൊരു പോകണ്ട. ഈ മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് എന്നൊക്കെ എവിടെ നിന്നാ 100 കൊല്ലമായിട്ട് ഉണ്ടാകുള്ളൂ. അതിനെ പോലെ അവിടെ ഇല്ല. എവിടെ ആൾക്കാരില്ല, അവിടെ പറയേണ്ട ആവശ്യമില്ല. എവിടുന്നത് വന്നത്? 10 റുപ്യ അള്ളാഹു തആല നിഅമത്ത് തന്നപ്പോ സൗദി അറേബ്യക്ക് പോകുമ്പോ കുത്തുബൈത്ത് എല്ലിയിട്ട് ഉസ്താദിനെ കയ്യും പിടിച്ച് മുത്തിയിട്ട് ഉസ്താദേ ദ്വാരക്കുന്നതിന് പോകും. സൗദിന്ന് വന്ന പിന്നെ കുത്തുബൈത്തില്ല, ഒക്കെ ചെറുക്കായിട്ട് പോയി. അങ്ങനെ ഒരു പോക്കാം. ഒരു ഒറ്റ കാര്യം ഞാൻ പറയാം, ഇവിടെ ആരുമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ എതിർക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹിന്റെ ഔലിയാക്കന്മാർ മാത്രല്ല, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുപ്പാപ്പ പ്രസവിച്ചപ്പോ ഗർഭം ചെന്നപ്പോ 6 മാസമായപ്പോ അവിടുത്തെ പിതാവ് മരണപ്പെട്ടു. ഒരു ചങ്ങായി പറഞ്ഞതാ. 6 വയസ്സായപ്പോ മാതാവ് മരണപ്പെട്ടു. ഒരു ചങ്ങായി ഒരു മുജാഹിദ് പ്രസവിച്ച കോലപ്പി പറഞ്ഞത്. എന്നിട്ട് അയാൾ പറയാണ് ആയമ്മനെ പ്രസവിച്ചപ്പോ എന്നിട്ട് വേറെ ഭാഷയാ പറഞ്ഞത്. നമുക്ക് പറയാൻ പറ്റൂല, നമ്മളെ നാവുകൊണ്ട് പറയാൻ പറ്റൂല. വേറൊരു ഫുലാൻ പറഞ്ഞത് എന്താണ് അറിയിക്ക്? മദീനത്തെ അല്ലെങ്കിൽ സൗദിന്റെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ ആ പച്ചക്കുമ്പ പൊളിച്ച് അവിടുത്തെ, ഞാൻ എന്റെ നാവുകൊണ്ട് അത് പറയില്ല, ഓന പറഞ്ഞ ഭാഷ ഞാൻ പറയില്ല, അത് എടുത്തു മാറ്റിയിട്ട് പുറത്തു കൊണ്ടുപോയെത്തള്ളൂ. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒരു അല്പ ഈമാണ്ട നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാൻ അത്രേ പറയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ മുജാഹിദിനെ എതിർക്കുന്നുള്ളത്? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഹബീബ റസൂൽ അല്ലെങ്കിൽ ലോകല്ല. അവിടുത്തെ പല്ല് പൊട്ടിയത് എന്തിനാ? നമുക്ക് വേണ്ടിയിട്ടാ. അവിടുത്തെ കാലിൽ നിന്ന് ചോര വന്നത് എന്തിനാ? നമുക്ക് വേണ്ടിയിട്ടാ. ചീഞ്ഞ കുടൽമാല കേതിട്ടെന്താ? നമുക്ക് വേണ്ടിയിട്ടാ. ഈ ഉമ്മത്തിന് വേണ്ടിയൊക്കെ സഹിച്ചതാ. അത് മനസ്സിലാക്കി ആദ്യം ഈ പുതിയ തലമുറ ആരെങ്കിലൊക്കെ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ ഇത് ചിന്തിച്ചാൽ മതി. നമ്മളെ ഉമ്മനേക്കായി എല്ലാരേക്കോയും ഹബീബ തങ്ങൾ സ്നേഹിച്ചേ പറ്റൂ. ഒരു അല്പ ഈമാണ്ട് ഞാൻ എനിക്കൊന്നും കടന്നു പോണില്ല. അപ്പൊ ഔലിയാക്കന്മാർ നിൽക്കട്ടെ, ഹബീബ തങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞത്, അവിടുത്തെ വയർപ്പ് തുള്ളി കസ്തൂരിയേക്കാളും മണുണ്ട്. അത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞ അവര് വേറെ ഭാഷയെ പറഞ്ഞത്. നമ്മൾ നാവുകൊണ്ടത് പറയില്ല, നമുക്ക് പറയാൻ സാധിക്കൂല. ഔലിയാക്കന്മാര്
അവരൊക്കെ ദർജക്കെത്താൻ കാരണം ഹബീബ തങ്ങളോ മഹബത്ത് വെച്ചുകൊണ്ടാണ്. അസ്വാബുൽ ബദരീങ്ങളെ സ്നേഹിച്ച കാരണം കൊണ്ടാണ് അവരൊക്കെ വലിയ ദറജ ഉയർന്നത്. അല്ലാഹു തആല അവർക്ക് നമ്മൾ കാണാത്ത പലതും അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നു. ഇന്നലെ വരവൂർ മസ്താന്റെ ആണ്ട് കഴിഞ്ഞു. എവിടെ വരവൂർ മസ്താൻ? അദ്ദേഹം 88 89 കാലത്ത് പഴനാനെ ചെന്നിട്ട് പഴനാനെ കൂടുക. പഴനാന ചെന്നിട്ട് ഇങ്ങനെ പറയും, ഞാൻ ഇവിടുന്ന് പോവാണ്, പഴനാന പോയിട്ട് ഞാൻ ഇതിനോട് നിൽക്കുന്നത്. ഇതിങ്ങനെ ആവർത്തിച്ചു. ആർക്കും മനസ്സിലായില്ല. പലരും മസ്താന് എന്തോ വരാൻ പോന്ന് പറയാണ്. വരവൂർ മസ്താൻ അവിടെ തന്നെ ഒരു തിണ്ണയുണ്ട്, ഒരു കുളമുണ്ട്, അവിടെ തന്നെ അടഞ്ഞുകൂടും. പക്ഷേ പഴനാന ഉമറാജിക്കും അറിയാം, വരവൂർ മസ്താനെ പറ്റിയിട്ട് അറിയാം. അവിടെ ഒരു ആഗസ്റ്റ് മാസത്തിലാണ് ഉമറാജ് മരണപ്പെടുന്നത്. ഉൾക്കൊണ്ട് അവർ കാണാൻ സാധിച്ചു. വയനാട് ഉരുൾപൊട്ടിയപ്പോൾ മൃഗങ്ങളൊക്കെ ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. അല്ലാഹു തആല അവർക്ക് അദൃശ്യമായ ശക്തി കൊടുത്തു. അപ്പൊ മനുഷ്യന്മാർ അള്ളാഹുലേക്ക് അടുത്ത് കഴിയുമ്പോ അല്ലാഹു തആല അവരെ നന്നായി കഴിഞ്ഞാൽ പിന്നെ ഓനിക്ക് ദുനിയാവും പ്രശ്നമില്ല, ആകാശം വീണാലും പ്രശ്നമില്ല, ഇവിടെ ആര് ഭരിച്ചാലും അള്ളാന്റെ ഔലിയക്കന്മാർക്ക് ഇവിടെ ആരെന്നെ ഭരിച്ചാലും വേണ്ടില്ല, ദുനിയാവ് വീണാലും വേണ്ട, ആകാശം വേണ്ട, ഓർക്കൊരു പേടിയില്ല. നമുക്ക് ബേജാറാ, എന്തെങ്കിലും കേൾക്കുമ്പോഴത്തിന് ബേജാറാ. നമുക്ക് ഈമാലാത്തോണ്ടാ ആ ബേജാറ് മുഴുവൻ ഉണ്ടാവുന്നില്ല. ഞാൻ കൂടുതൽ പറഞ്ഞ കുറേ ആൾക്കാർ ദ്വേർക്കാൻ പറയുന്നുണ്ട്. MLA ദ്വേർക്കും വേണം, പിന്നെ ഭക്ഷണം കഴിക്കും വേണം, എല്ലാം ചെയ്യണം. അവിടെ സ്ത്രീകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് സ്ഥലസുഖം ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു 11 തന്നെ അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.